2019 ഓഗസ്റ്റ് മാസം. പാലക്കാട് നെന്മാറയിലെ സുധാകരന്റെ വീട്ടിൽ 2 പെൺമക്കളും അമ്മ സജിതയും മാത്രം. തൊട്ടയൽപ്പക്കത്തെ വീട്. അവിടെ ചെന്താമരയെന്ന മനുഷ്യൻ, കടുത്ത അന്ധവിശ്വാസി. അയാളുടെ വീട്ടിൽ നിരന്തര പ്രശ്നങ്ങൾ. അങ്ങനെയിരിക്കെ ഒരു ദിനം ചെന്താമരയെ ഉപേക്ഷിച്ച് ഭാര്യയും മകളും ഇറങ്ങിപ്പോയി. മാനസിക സമ്മർദ്ദം കടുത്തു. അയാൾ ഒരു ജ്യോത്സ്യനെ കാണുന്നു. അങ്ങനെ കാര്യങ്ങൾ വിശദമായി കേട്ട ജ്യോത്സ്യൻ കാരണം കണ്ടെത്തി. മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീ. അവരാണ് ചെന്താമരയുടെ കുടുംബ പ്രശ്നങ്ങളുടെ കാരണം. അന്ധവിശ്വാസം മൂർച്ഛിച്ച ചെന്താമര ഉറപ്പിച്ചു അത് തന്റെ അയൽവാസി 35-കാരി സജിതയെന്ന. പരിഹാരം അവരെ ഇല്ലാതാക്കുകയെന്നത്. സജിതയെ അയാൾ നിരന്തരം നിരീക്ഷിച്ചു. 2019 ഓഗസ്റ്റ് 31. ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിലെ ജോലിസ്ഥലത്തേക്കും 2 പെൺമക്കൾ സ്കൂളിലും പോയ സമയം. വീട്ടിൽ തനിച്ചായിരുന്ന സജിതയുടെ അടുത്തേക്ക് ചെന്താമരയെത്തി. പേടിച്ച് തടുക്കാൻ പോലുമാകാതിരുന്ന ആ സ്ത്രീയെ വെട്ടിക്കൊന്നു. നെന്മാറയിൽ വീട്ടമ്മ വെട്ടേറ്റ് കൊല്ലപ്പെട്ടെന്ന് നാടാകെ അറിയുമ്പോഴേക്കും കൊലയാളി അവിടം വിട്ടിരുന്നു. അരക്കമലയിൽ, പരിസര പ്രദേശങ്ങളിൽ കൊലയാളിയെ തേടി പോലീസ് തിരച്ചിൽ. ഒടുവിൽ 4 ദിനങ്ങൾ കാട്ടിലെ ഒളിത്താവളത്തിൽ അയാളിരുന്നു. പതിയെ കാടിറങ്ങുന്നതിനിടെ സെപ്റ്റംബർ 3 ചെന്താമര പോലീസ് പിടിയിൽ. തന്റെ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം സജിതയടക്കമുള്ള ചിലരെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. അതുതന്നെയാണ് താൻ കൊലയാളിയായതിന് പിന്നിലെന്ന് ചെന്താമര പോലീസിനോട് പറഞ്ഞു. അങ്ങനെ കൊലയാളിയെ റിമാൻഡ് ചെയ്തു. നീണ്ട ജയിൽവാസം. ഇതിനിടെ ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കണമെന്ന പക ചെന്താമര വളർത്തിയെടുത്തു. പ്രതികാരം വീട്ടുമെന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു നടന്നു. ഇടയ്ക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങി. 2023 പകുതിയിൽ ജാമ്യത്തിലിറങ്ങിയ അയാൾ കോഴിക്കോട് തിരുവമ്പാടിയിലെ ഒരു ക്വാറിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി. അവിടെയും താൻ കൊലക്കേസ് പ്രതിയാണെന്നും 2 പേരെ കൂടി തീർക്കാനുണ്ടെന്നും സഹപ്രവർത്തകനോട് ഇടയ്ക്കിടെ പറഞ്ഞിരുന്നു. കാത്തിരിക്കുകയായിരുന്നു അയാൾ പകവീട്ടാൻ കാലം നോക്കി. എന്താ കേട്ടാ, ഒരു ദിവസം ഞങ്ങളിങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇടാ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാനിങ്ങനെ ഒരു കേസിൽപ്പെട്ട് അങ്ങനെ ജയിലിൽ കിടന്നിട്ട് വന്നാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കാരണം ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെറിയൊരു എൻ്റെ വളർച്ചനെ താത്താൻ വേണ്ടി ഇങ്ങനെ ഒരാൾക്കാർ ചെയ്തു, തൊട്ടകൂട്ടുകാർ ചെയ്തു. അപ്പോൾ അതിനെയാണ് ഒരാളിനെ ഞാൻ തട്ടിയത്. ഇനി 2 കൂടി ഉണ്ട്, അതിനും കൂടി ഞാൻ പൂസിയിട്ട് മരിക്കുള്ളൂ വേണ്ട പുള്ളി പറഞ്ഞ് പോയത്. സജിത കൊലക്കേസിൽ വിചാരണ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചെന്താമര പുറത്തിറങ്ങിയെന്ന സുധാകരന്റെ വീട്ടുകാരും നെന്മാറക്കാരും അറിഞ്ഞു. ഒരു നാടാകെ പറഞ്ഞു അയാൾ പ്രശ്നക്കാരനാണ്, എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന്. മാനസിക രോഗ്യം, അതിനുമപ്പുറം പകയാണുള്ളത്. എന്റെ സെറ്റപ്പ് കാണണമെന്ന് നമുക്ക് ചോദിച്ചു. വേഗം വടിവാളൊക്കെ കൊടുത്തുക, നീ ഇത്തിരി മിണ്ടാണ്ടിരിക്കേ, നീ നിന്റെ വീട്ടിലും നീ നിന്റെ വീട്ടിലേക്ക് പോ, നീ ഒരു സെറ്റപ്പിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു. കുട്ടിയും ഇയാളുടെ ഭാര്യയും പിണങ്ങി പോയിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾ മുന്നേ. അതിന് മറ്റുള്ള അയൽപക്കക്കാരാണ് ഇതിന് പിണങ്ങി പോകാൻ കാരണം. മറ്റുള്ളവർ എൻ്റെ ഭാര്യയും മകളുടെ അടുത്തും എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പിണക്കി വിട്ടതാണ്, എൻ്റെ കുടുംബ ജീവിതം തകർത്തു എന്നുള്ളതാണ് ഇപ്പൊ അയാൾക്ക് പ്രത്യേകിച്ചുള്ള വൈരാഗ്യം. ഏത് നേരം കത്തി കയ്യിലാണ് ഇവിടെ കംപ്ലീറ്റ് തീർത്ഥമളം. ഈ തീർത്ഥമളത്തിനുള്ളിൽ എവിടെയൊക്കെ ഉണ്ട് ഞാൻ അറിയും. പാലക്കാട് അത്രമാത്രം പരിചയമുണ്ട്. നെല്ലിയാമ്പതി ആ വാവ്, അങ്ങനെ നെല്ലിയാമ്പതി അങ്ങനെ കൊല്ലംകോടിക്ക് പോവാം. ഉദാഹരണം എവിടെ പോയാൽ ചന്തുപൂന്തിൻ്റെ ഉള്ളിൽ ഒളിയാ. കുറച്ചു ദിവസങ്ങളായി അയാൾ സുധാകരനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ചെന്താമര തിരികെ എത്തുമെന്ന് പേടിച്ച സുധാകരന്റെ മകൾ ബന്ധുവീട്ടിൽ അഭയം തേടിയിരുന്നു. പേടിച്ചിട്ടാണ് നെന്മാറ പോലീസിന് രേഖാമൂലം പരാതി നൽകിയത്. അയാൾ തങ്ങളെ എന്തും ചെയ്യും, സുരക്ഷ വേണമെന്ന്. പക്ഷേ ഉണ്ടായത് പോലീസിന്റെ വലിയ വീഴ്ച. സൈക്കോപാത്തെന്ന് പോലും തോന്നിപ്പിക്കുന്ന, പകവീട്ടാൻ കാലം കാത്തിരിക്കുന്ന കൊലയാളിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഉപദേശിച്ചു. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് ദിവസങ്ങളോളം നാട്ടിൽ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല.
തമിഴ്നാട്ടിലേക്ക് പൊയ്ക്കൊള്ളാമെന്ന് ചെന്താമര പറഞ്ഞത് പോലീസ് വിശ്വസിച്ചത്രേ. പിന്നെ ഇവിടുത്തെ നാട്ടുകാർ പോയി കൊടുത്തതാണ്. എന്നിട്ട് അവരെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. വിളിച്ചു വരുത്താൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി. എനിക്കാണെങ്കിൽ ഇവിടെ വരെ പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത്. അയാളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണം. അയാൾ എൻ്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്ത വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് നീ പോലീസുകാർക്കൊന്നും മനസ്സിലാവാത്തത്. അവിടെയല്ല ഞാനും എൻ്റെ അച്ഛനും കൂടി വന്നത്. എനിക്ക് പേടിയായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വരാതെ ഇരുന്നത്. ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇതന്നെയല്ല എന്റെ അവസ്ഥ. 2025 ജനുവരി 27 കേരളമാകെ നടുങ്ങി. രാവിലെ 9:30 സ്കൂട്ടറിൽ വീട്ടിൽ നിന്നിറങ്ങിയ സുധാകരനെ കാത്തുനിന്ന കൊലയാളി വാക്കത്തികൊണ്ട് തലയിലും കഴുത്തിലും ആഞ്ഞുവെട്ടി. സുധാകരൻ നിലത്തു വീണ് നിസ്സഹായനായി അങ്ങനെ കൊല്ലപ്പെട്ടു. നിലവിളി കേട്ടെത്തിയ ലക്ഷ്മി, സുധാകരന്റെ അമ്മ, അവരെയും ചെന്താമര സമാന രീതിയിൽ ആക്രമിച്ചു. അയാൾ പറഞ്ഞതുപോലെ ചെയ്തു. രണ്ടുപേരെയും തീർത്തു കളഞ്ഞു. അന്വേഷണത്തിന്റെ മണിക്കൂറുകൾക്ക് നീളമേറി. തന്നെ തിരഞ്ഞു നടക്കുന്ന മനുഷ്യരെയെല്ലാം അയാൾ ഒളിഞ്ഞിരുന്നു കണ്ടിരുന്നു. തിരച്ചിലിന്റെ 37-ാം മണിക്കൂറിൽ പോത്തുണ്ടി വനമേഖലയിൽ നിന്ന് വിശന്നപ്പോൾ ആ നരാധമൻ കാടിറങ്ങി. കൊടും ക്രിമിനൽ ചെന്താമര പോലീസ് പിടിയിൽ. വലിയ വൈകാരികമായി തന്നെയാണ് ആളുകൾ നിൽക്കുന്നത്. പ്രതികാരമത്രയും കൊണ്ടു നടന്ന 58-കാരന്റെ മുഖത്ത് കുറ്റബോധത്തിന്റെ ലാഞ്ചന പ്രതീക്ഷിക്കരുതല്ലോ. പകവീട്ടിയ ആവേശം വിശപ്പുകൊണ്ട് തളർന്നെങ്കിലും മുഖത്ത് പ്രകടമായിരുന്നു. ഒരു കുടുംബം അനാഥമാക്കിയ കൊലയാളിയെ കാത്ത് വൻ ജനാവലി പോലീസ് സ്റ്റേഷൻ മുറ്റത്ത്. പോലീസിന്റെ വീഴ്ച പ്രകടമായ കേസിൽ പിന്നെയും പ്രകോപിതരായി പോലീസ്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കുരുമുളക് സ്പ്രേ പ്രയോഗം. അതോടെ കാര്യങ്ങൾ കൈവിട്ടു. അപ്പോഴും ഇതെല്ലാം കണ്ട് ചെന്താമര ലോക്കപ്പിൽ ഭക്ഷണം കഴിച്ച് വിശപ്പടക്കി. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പുറത്തുവന്നത് നടുക്കുന്ന വിവരങ്ങൾ. ചെന്താമരയുടെ കലി ഇനിയും അടങ്ങിയിട്ടില്ല. ഹിറ്റ് ലിസ്റ്റ് എന്നോ അയാൾ തയ്യാറാക്കി വെച്ചതാണ് മനസ്സിൽ. ഇനിയും 3 പേരെ കൊല്ലാനുണ്ട്. അവസരം കിട്ടിയാൽ കൊല്ലുമെന്ന് കൂസലില്ലാതെ അയാൾ പറഞ്ഞു. ഭാര്യ, മകൾ, മരുമകൻ ഇവരെ കാത്ത് താനിരിക്കുമെന്നും ചെന്താമര. 6 വർഷങ്ങൾക്ക് മുൻപ് ഭാര്യയെ കൊലപ്പെടുത്താൻ ചെന്താമര ശ്രമിച്ചിരുന്നുവെന്ന് ഭാര്യ സഹോദരൻ മാതൃഭൂമി ന്യൂസിനോട് വെളിപ്പെടുത്തിയിരുന്നു. മർദ്ദിക്കുമായിരുന്നു. കൈയൊക്കെ 1-2 ഡാമേജ് ആയിട്ടുണ്ട്. കൈ പിടിച്ച് തിരിച്ചിട്ട് പുള്ളിക്ക് ആരോടും സംസാരിക്കാൻ പാടില്ല. പുറത്തിറങ്ങിയിട്ട് ഇവരിപ്പോൾ ഒരു കുട്ടികളൊന്നും സംസാരിക്കാൻ പാടില്ല. കൂട്ടുകാരികളും ആരാലും അയൽവാസികൾ സംസാരിക്കുമല്ലോ. പുള്ളിക്ക് അത് ഭയങ്കര സംശയമാണ്. ചേച്ചിയോട് ആര് കമ്പനി ഉണ്ടോ അത് അവർക്ക് ഇഷ്ടമല്ല. പുറത്ത് ആരുടെ സംസാരിക്കാൻ പാടില്ല. ഇപ്പോൾ പണിക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ളവരോട് സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് ചേച്ചിനെ ഉപദ്രവിക്കുകയായിരുന്നു. അപ്പോൾ കുറേയൊക്കെ അവർ സഹിച്ചിരുന്നു. പക്ഷേ ആ സഹി കെട്ടിട്ടാണ് ലാസ്റ്റ് നമ്മൾ വിട്ട് ഒരു ദിവസം ഇതേപോലെ ചേച്ചിനെ ഇതേപോലെ ചുമരിൽ ചേർത്ത് നിർത്തി കൊടുവാൾ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു എന്നാണ് ചേച്ചി പറയുന്നത്. അതെടുക്കാൻ കൈ ഇങ്ങോട്ട് മാറ്റിയ സമയത്ത് കോതറി ഓടിയിട്ട് അടുത്ത വീട്ടിൽ പോയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് അന്ന്. അങ്ങനെ ഓടി വന്നതാണ്. അതിന് പിന്നെ പോയിട്ട് ഇപ്പോൾ ഒരു 6 വർഷമായി. ഇതെല്ലാം അറിഞ്ഞ് ആ 2 പെൺമക്കൾ കരഞ്ഞു തളർന്നു പറഞ്ഞത് ഒരേ കാര്യം: അയാളെ തൂക്കിലേറ്റണം, എങ്കിലേ സമാധാനത്തോടെ ജീവിക്കാനാകൂ. എന്താണെങ്കിലും തൂക്കുകയറ. ആ ഒരാളിനെ പേടിച്ചിട്ട് എത്ര ആ നാടും ഞങ്ങളും കുടുംബവും എല്ലാം പേടിച്ചിരിക്കല്ല ആ ഒരു മനുഷ്യന് വേണ്ടി. അപ്പോൾ അയാളെ കൊന്നതിന് അതോട് ഇത്തിരി ആശ്വാസത്തെങ്കിലും ഞങ്ങൾക്ക് വെളിയിലിറങ്ങി നടക്കാമല്ലോ. എല്ലാവരും ഞങ്ങളുടെ കൂടെ വരണമെന്നില്ല. ഒറ്റയ്ക്കാണെങ്കിലും ഞങ്ങൾ യാത്ര ചെയ്യേണ്ടത്. അപ്പം ഞങ്ങളുടെ സുരക്ഷയും നോക്കണ്ടേ. തൂക്കുകയറ കൊടുക്കുക തന്നെ വേണം. ഇപ്പോഴും പ്രൊട്ടക്ഷനാണ്. ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം. അവർക്ക് എന്താ വേണ്ട വെച്ച് ചെയ്തു. ഒന്ന് കൊല്ല്. ഞങ്ങൾ പരാതി ആയില്ലേ. രാത്രി മുഴുവൻ വിശദമായ ചോദ്യം ചെയ്യൽ. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ്.
പ്രതിഷേധം കടുത്തതോടെ നെന്മാറയിൽ നിന്ന് പോലീസ് സംഘം കൊലയാളിയുമായി ആലത്തൂരിലേക്ക്. അങ്ങനെ അടുത്ത പകൽ. പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് കൃത്യമായ സഹകരണം. 2019 കൊലപാതകത്തിന് ശേഷം പറഞ്ഞത് അതേപടി ആവർത്തിച്ചു. കുടുംബം തകർത്തവരെ കൊന്ന പകവീട്ടാൻ ഇറങ്ങിത്തിരിച്ചുതെന്ന്. പ്രതിഷേധങ്ങൾ പലകുറി കണ്ടു. വൈകിട്ടോടെ ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക്. താൻ ഒറ്റയ്ക്ക് ചെയ്ത കൃത്യമെന്ന് ചെന്താമര കോടതിയിൽ. 100 വർഷം ശിക്ഷിച്ചോളൂ, മകളെയും മരുമകനെയും കാണണ്ട, അവിടെ തലകുനിക്കാനാകില്ല. അങ്ങനെ പോകുന്നു കൊലയാളിയുടെ കുറ്റസമ്മതമൊഴി. കേരളം നടുങ്ങിപ്പോയ ക്രൂരതയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണ് ആ 2 പെൺകുട്ടികൾ. 5 വർഷമായി സമാധാനമെന്തെന്നവർ അറിഞ്ഞിട്ടില്ല. ഈ വലിയ വേർപാടിലും അവർക്കിനിയുള്ള ജീവിതം ജീവിക്കണം. അതിന് അവരുടെ ദുസ്വപ്നങ്ങളുടെ കാരണക്കാരൻ ചെന്താമര പുറം ലോകം കാണരുത്. മറ്റൊരു ജീവൻ കൂടി നമ്മുടെ സംവിധാനത്തിന്റെ പിഴവുകൊണ്ട് നഷ്ടമാകരുത്. ക്രൈം ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.